കുറച്ച് നാളുകളായി ഞാൻ പുതിയ കാഴ്ചകളുമായി നിങ്ങളെ തേടിയെത്താത്തത്. എന്തോ കൂടെ കൂട്ടാൻ മനസ്സിനെ കിട്ടിയില്ല. എത്ര തൊഴിഞ്ഞിട്ടും അക്കരെ എത്തിപ്പെടാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമോ മടുപ്പോ എന്തോ ഒന്ന്. അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ? ഉത്തരം കണ്ടെത്താൻ കഴിയാത്തതുള്ള ഒരു കാരണത്താൽ ഇറങ്ങിപ്പോയതാണ് മനസ്സ്. ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. മനസ്സിന് പകരമായി ഭാരമുള്ള എന്തോ ഒന്ന് അവിടെ വെച്ചിട്ടാണ് പോയത്. നിങ്ങൾ പലർക്കും ഉണ്ടാകും ഇതുപോലെ കാരണം കിട്ടാത്ത ചില നിമിഷങ്ങൾ അല്ലേ? ശാന്തമായി കണ്ണടച്ച് കുറച്ച് സമയം തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു കടൽ തീരത്ത് വന്നിരുന്ന് തിരമാലകളോട് പരാതികൾ പറഞ്ഞ് കരയാൻ ആഗ്രഹിക്കുന്ന ചില നിമിഷങ്ങൾ ഇല്ലേ? ഉണ്ടായിരിക്കാം. പക്ഷെ എല്ലാം നമ്മുടെ തോന്നലുകളാണ്. കാരണം ഈ കടൽ തീരത്ത് ഞാനെത്തിയിട്ട് ഇവിടെ തനിച്ച് വന്നിരുന്ന് ഈ തിരമാലകളോടൊക്കെ സങ്കടങ്ങൾ പറയുന്ന ആരെയും ഞാൻ കണ്ടില്ല. ഇവിടെ വന്നവരെല്ലാം കുടുംബത്തിൻ്റെ കൂടെയോ സുഹൃത്തുക്കളുടെ കൂടെയോ സന്തോഷങ്ങൾ പങ്കിടാൻ വന്നവരാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പോലെയാണ് ഈ തീരം. വിഷമങ്ങൾ പേറി വരുന്നവർക്ക് ഇത് കണ്ണീർ കടലാകാം. സന്തോഷങ്ങൾ നിറഞ്ഞു വരുന്നവർക്ക് ഇത് മോഹക്കടൽ. ഈ തിരമാലകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിപ്പോൾ നമ്മളൊരു ബോളോ ബോക്സോ എന്തെങ്കിലും ഈ തിരമാലകൾക്ക് കൊടുത്താൽ അവ അത് കൊണ്ടുപോവുകയും അടുത്ത തിരമാല അത് തന്നെ തിരിച്ചു കൊണ്ടു തരികയും ചെയ്യും. അതുപോലെ തന്നെയാണ് എല്ലാം. നമ്മൾ ഈ തിരമാലകളോട് സങ്കടങ്ങളും പരാതികളും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു തിരമാല അത് കൊണ്ടുപോവുകയും അതിന് തൊട്ട് പിന്നാലെ വരുന്ന തിരമാല അതേ സങ്കടങ്ങളും പരാതികളും തന്നെ തിരിച്ചു കൊണ്ടു തരികയും ചെയ്യും. പകരം നമ്മൾ സന്തോഷങ്ങളാണ് പങ്കുവയ്ക്കുന്നെങ്കിൽ അത് തിരിച്ച് സന്തോഷങ്ങളും സമാധാനങ്ങളും നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടു തരികയും ചെയ്യും. ജീവിതത്തിൽ പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാവും. സന്തോഷമുള്ളതും സങ്കടമുള്ളതും എല്ലാം. പക്ഷേ നമ്മൾ നഷ്ടങ്ങളെയും സങ്കടങ്ങളെയും മാത്രം ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടുന്നത് ഇതൊക്കെ തന്നെയായിരിക്കാം. കഴിഞ്ഞു പോയ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം മറന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമ്മളിലേക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഈ തിരിച്ചറിവ് എന്നെ സന്തോഷവാനാക്കി. ഞാനിപ്പോൾ ഹാപ്പിയാണ്. എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും സന്തോഷമായിരിക്കാൻ ശ്രമിക്കുക. സന്തോഷങ്ങൾക്കിടയിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. പുതിയ കാഴ്ചകളും കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരാം. ബൈ.